കേസ് സത്യത്തിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡാ. നിനക്ക് ബെയിൽ കിട്ടണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ഒരു പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് വേണം. അവർക്ക് നിങ്ങളുമായി എന്താ ബന്ധം? അവരുടെ ഹസ്ബൻഡ് എന്നെ കണ്ണി ദുര്യോധനനായിട്ട് ഹസ്ബൻഡിനെ കാണാൻ ദുര്യോധനനെ പോലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിനാ വൈഫിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു? ഹസ്ബൻഡ് ആരാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. ആരെന്താന്ന് അറിയാതെ തന്നെ ദുര്യോധനനെ പോലെ ഉണ്ടെന്നോ? രാഷ്ട്രീയം വളരെ മോശമായ അവസ്ഥയിലായിരിക്കുക. ആഫ്റ്റർ ആൾ ഒരു പദവിക്ക് വേണ്ടി ജീവൻ തന്നെ എടുക്കുമെന്ന നിലയിലെത്തിയിരിക്കുന്നു. കൊച്ചിലെ തൊട്ട് സുയോധന എന്ന് പറഞ്ഞൊരു വോയിസ് കേൾക്കും. പക്ഷേ ഈ സുയോധന ആരാണ്, എന്തുകൊണ്ടാ വിളിക്കുന്നത്, അതിനും എനിക്ക് എന്താ ബന്ധം, ഇതെന്താന്ന് അറിയണ സമയത്ത അന്ന് വീട്ടിൽ ആരും ഇല്ലാതെ പോയതും CCTV വർക്ക് ചെയ്യാതിരുന്നതും ഇതെല്ലാം കൂട്ടിച്ചേർക്കുമ്പോ ഇതാരോ പരിചയമുള്ളവർ ചെയ്ത പോലെ തോന്നും. അല്ല, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക, നിന്റെ വീട്ടില് നീ അറിയാതെ ആർക്കെങ്കിലും ഉള്ള കയറാൻ ധൈര്യമുണ്ടോ? ഒരു മനുഷ്യനെ കൊല്ലണമെങ്കിൽ ഒന്നെങ്കിൽ പകയുണ്ടാവണം, അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ നിമിഷം തൊട്ട് ഈ കേസ് വേറെ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പോവാ. ചെയ്തതൊക്കെ മതി, പറഞ്ഞത് കേക്ക്. ഇപ്പൊ നീ ഉത്തരം മനസ്സിലാക്കേണ്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആദ്യം ഈ സുയോധനയും ദുര്യോധനനും ആരാണ്?